ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ബാക്കി വന്ന ചോറ് കൊണ്ട് ഇങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പം ദാ ബാക്കി വന്ന ചോറ് കൊണ്ടുള്ള ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ തലേന്ന് രാത്രി ബാക്കി വന്ന ചോറ് ഇത്രയും എടുത്താണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു കിടിലം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. രാവിലെയൊക്കെ നമ്മൾ എന്താ ഉണ്ടാക്കാന്നുണ്ടാവില്ല, അപ്പോൾ ഇതുപോലെ ചോറുണ്ടെങ്കിൽ കളയാതെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്ക്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. ഇനി ഇതിലേക്ക് ഞാനിതാ ഇത്രയും തേങ്ങ എടുത്തന്നെ, ഏകദേശം ഒരു 3-4 സ്പൂണ് തേങ്ങ ഉണ്ടാവും കേട്ടോ. എത്ര നിങ്ങളെ കയ്യിലുള്ള അത്രയും തേങ്ങ എടുക്കുക. ഇനി 2 സ്പൂണ് തേങ്ങ ആയാലും പ്രശ്നമല്ല കേട്ടോ. ഞാനിതായാലും ഇത്രയും എടുത്തേക്കാണ്. തേങ്ങ ഇടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പി. ഇനി ഇതാ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിന് അതിലേക്ക് ഈ ഒരു ചോറ് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. രാത്രിയൊക്കെ ചോറ് ബാക്കിയായാൽ നമ്മൾ വിചാരിക്കുകയല്ലേ എന്താ കാട്ടണം. അപ്പോൾ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാനിതാ 2 തവി റവ ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി ഉണ്ടെങ്കിൽ പക്ഷേ അതിലും നല്ലത് ഈ ഒരു റവയാണ് കേട്ടോ. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും റവ ഇട്ട് കൊടുക്കണേ. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റവ ആകുമ്പോൾ കുറച്ചൊരു കുതിരാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു റവക്കും ചോറിനൊക്കെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ ഇതാ കുറച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ തേങ്ങ കേട്ടോ നമുക്ക് മേത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഞാൻ ആദ്യം 2 സ്പൂൺ ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള തേങ്ങ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. വെള്ളം പോരായുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ അരക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവുമല്ലോ. അപ്പോൾ ഞാനത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിന് കേട്ടോ അരക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ ഈ ഒരു മാവ് നന്നായിട്ട് ഇതുപോലെ സെറ്റായി കിട്ടിയതിന്. ഇനി ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ള സോഡാക്കാർ ഇട്ട് കൊടുക്കണ്ടേ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്. ഒരു 2-3 മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ. തലേന്ന് രാത്രിയൊക്കെ അരച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു സോഡാക്കാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ലേ. ഈസ്റ്റ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതായാലും 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇനി ഇതുപോലെ നന്നായിട്ട് 2 മിനിറ്റോളം നമ്മൾ ഇളക്കണം കേട്ടോ. ഈ ഒരു ഇളക്കലിലാണ് നമ്മളെ മാവൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി കിട്ടുക. അതാണ് പറഞ്ഞത്, കൈ വെച്ചിട്ടോ അങ്ങനെയൊക്കെ ഇളക്കിയെടുക്കുക. ഇനി ഞാൻ 3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങോട്ട് മൂടി വെക്കണുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഞാനിതാ ഇതിലേക്ക് നല്ല കിടിലം അടിപൊളിയായിട്ട് ഇതാ ഈ ഒരു ഗ്രീൻ പീസ് പിന്നെ കേങ്ങ് ഉണ്ടല്ലോ എല്ലാം കൂടി കൂടിയിട്ട് ഞാനിത് നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. വെറും 2-3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് തലേന്ന് രാത്രി കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രീൻ പീസും ഒരു വലിയൊരു കേങ്ങും പിന്നെ പച്ചമുളക് ചെറിയൊരു സവാള കഷ്ണാക്കിയിട്ടുണ്ടല്ലോ അതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം കൂടി ഇതാ ഒഴിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെക്കാൻ പോവാണ് കേട്ടോ. ഒരു 3-4 വിസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും ബെസ്റ്റായിട്ട് ഈ ഒരു കറി മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ അതങ്ങോട്ട് വിസിൽ അടുപ്പിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചേനെ. ഈ ഒരു സമയത്ത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചേനെ. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാളിൻ്റെ ചെറിയ പീസ് ചെറുതാക്കി അരിഞ്ഞിട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് കളറ് മാറുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കടുകും പിന്നെ കരിവേപ്പിലുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രാവിലെയൊക്കെ നമ്മൾ എന്താ ഉണ്ടാക്കാന്നുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കറിയൊക്കെ എളുപ്പമാട്ടോ. നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനെന്തായാലും കറി ഉണ്ടാക്കിയെടുത്തതാണ്. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഈ ഒരു കരിവേപ്പിലൊക്കെ പൊട്ടിപ്പിരിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ അടിച്ച് വെച്ച് ഈ ഒരു കടലക്കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. ഇനി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കട്ടെ. ഈ കേങ്ങൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു കട്ടിയാവുമല്ലോ. അപ്പോൾ ഈ ഒരു കട്ടിയിൽ തന്നെ പാകമായിട്ട് കിട്ടിയണേ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ തേങ്ങാപ്പാലൊന്നും ഒഴിച്ച് കൊടുത്തില്ല. നമ്മളത് ഈ ഒരു കിടിലൻ കറി റെഡി ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോഴേക്കും 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു പിന്നെ നമ്മളെ മാവൊക്കെ സെറ്റായിനെ കണ്ടില്ലേ.
നന്നായിട്ട് പൊങ്ങണി തലേന്ന് രാത്രി അരച്ച് വെക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തതിന് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചാണ്. അത് ചൂടായതിന് ശേഷം തീയൊന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അധികം ഇങ്ങോട്ട് ലേസിൽ പരത്തിയെടുത്തിട്ടോ, കുറച്ചൊരു കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണേ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇനി ബബിൾസ് വന്നതിന് ശേഷമാണ് നമ്മൾ മൂടി വെക്കേണ്ടത്. അപ്പോൾ അതാ നമ്മളെ ഈ ഒരു അപ്പം റെഡിയായതിനെ. ഈ ഒരു ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിന് മുകളിലായിട്ട് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചൂടോട് കൂടി കഴിക്കേണ്ട അടിപൊളി ടേസ്റ്റാണ്. രാവിലെയൊക്കെ നമ്മളെ കയ്യിൽ ചോറുണ്ടെങ്കിൽ കളയേണ്ടി ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതിയെ. ഞാൻ ചിലന്ന് രാത്രിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. എല്ലാവർക്കും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ നെരിച്ചിലോട് കൂടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അധികം നെരിച്ചിൽ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ലേ. പഞ്ചസാര കുറച്ച് മതി, 1/4 ടീസ്പൂൺ മാത്രം മതി. അപ്പോൾ തന്നെ നമ്മൾ ഓരോ അപ്പവും ഞാനിതാ ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. തീയൊന്ന് കുറച്ച് കൊടുക്കണം. പാരുന്ന സമയത്ത് തീ ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കുക, പിന്നെ കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റുള്ള അപ്പം റെഡി ആയിനുള്ളൂ. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. ചോറ് കൊണ്ട് ഉണ്ടാക്കിയാന്നൊന്നും പറയില്ല കേട്ടോ. ഈ ഒരു റവയും കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സെറ്റായിട്ട് തന്നെ അപ്പം കിട്ടുന്നത്. അപ്പോൾ തന്നെ നമ്മളെ ഈ ഒരു അപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരെ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.